രാവിലത്തെ നല്ല 8ന്റെ മണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ട് എന്താ രാമേന്ദ്ര പ്രശ്നം? ഫേക്ക് ആണെന്നേ അന്നേ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞു. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പൊ അവന്റെ എല്ലാ ഉടായ്പും പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണെന്ന്. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. പടച്ചോണ്ടടാ മേലെ, പടച്ചോൻ അത് തെളി. 100% ഞാൻ യോജിക്കുന്നു. ഇവൻ ചെയ്യണ സഹായങ്ങളൊക്കെ കളവാണെന്നുള്ളത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല. എടാ റാംബം നായെ, ഉളുപ്പുണ്ടടാ നായ. എനക്കൊക്കെ സ്വന്തം അനിയന്റെ പ്രായമുള്ള ആ ചെക്കനെ കൊണ്ടൊക്കെ അന്റെ ജഡ്ഡി കേൾപ്പിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ ഇന്ന് എന്നോട് ഞാൻ പറഞ്ഞു പടച്ചോൻ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ല മക്കളെ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. എടാ തൊപ്പിന്റെ ഫാൻസേരും കാണാഞ്ഞ, ഓന്റെ അക്കൗണ്ട് കാണാഞ്ഞ. അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെച്ചടാ. എന്തിനാന്നറിയോ? ഓന്റെ ഫോളോവേഴ്സ് ഇറങ്ങിപ്പോന്ന് പേടിച്ചിട്ട്. ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിങ്ങളെ മൊത്തച്ച് പറ്റിച്ചുകൊള്ളുന്നുണ്ടെങ്കിലേ ഇന്നല്ലെങ്കിൽ നാളെ ഇജ്ജ് അതിനെ അനുഭവിക്കും. സാറി കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോ തുപ്പ് കൊണ്ടോറടക്കാൻ. തൊപ്പി സ്കാം ആണോ തൊപ്പി ഫേക്ക് ആണോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ സാധനം സ്ക്രിപ്റ്റ് ആണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ബുദ്ധി നമ്മളെ. ഇത് ബീഹാറല്ല മോനെ, ഇത് UP അല്ല മോനെ, ഇത് കേരളമാണ്. ഞങ്ങൾ ഡെയിലി അരിഭക്ഷണം തിന്നണ ടീം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.